ലോകമെമ്പാടുമുള്ള പുണ്യാത്മാക്കൾ ഗായത്രി പരിവാറിലെ അംഗങ്ങളായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ലോകത്തുള്ള മറ്റ് ജനസംഖ്യകളെ മുഴുവൻ എടുത്തു നോക്കൂ. ഗായത്രി പരിവാറിന്റെ അംഗങ്ങളല്ലാത്തവരെ നോക്കൂ. ഗായത്രി പരിവാറിന്റെ പരിസരങ്ങളിലും പരിതസ്ഥിതികളിലുമല്ലാതെ ജീവിക്കുന്നവരെ നോക്കൂ. ഗുരുദേവന്റെ അവയവങ്ങളായി പ്രവർത്തിക്കാത്തവരെ നോക്കൂ. അവരിൽ മിക്കവരും ഗുരുദേവൻ പറയുന്നത് പോലെ മനുഷ്യ മൃഗങ്ങളായിട്ടാണ് ജീവിക്കുന്നത്. മനുഷ്യ മൃഗമെന്ന് വെച്ചാൽ അവരുടെ ആകൃതിയിലും പ്രകൃതിയിലും നിർമ്മിതിയിലുമെല്ലാം മനുഷ്യന് തുല്യമായിരിക്കും. എന്നാൽ ചിന്താഗതികൾ മൃഗീയതയായിരിക്കും ഉണ്ടാവുക. കാഴ്ചയിലും പ്രകൃതത്തിലും നമ്മെപ്പോലിരിക്കുമെങ്കിലും ചിന്താ വൈകൃതങ്ങളുള്ളവരാണ് അവർ. സാമൂഹിക മര്യാദകളെക്കുറിച്ചോ സാമൂഹിക നീതിയെക്കുറിച്ചോ വർജനങ്ങളായുള്ള കാര്യങ്ങളെക്കുറിച്ചോ അവർക്ക് യാതൊരു അവഗാഹവും ഉണ്ടാവില്ല. ആരോട് എപ്പോൾ എങ്ങനെ പെരുമാറണമെന്ന് ഇടപെടണമെന്ന് അവർക്ക് യാതൊരു ധാരണയും ഉണ്ടാവില്ല. നിങ്ങൾ മൃഗങ്ങളെ നോക്കൂ. ആളുകൾ കൂടി നിൽക്കുന്ന ഒരു നാൽക്കവലയിൽ നിന്നായിരിക്കും അവർ വലിയ തെറ്റുകൾ ചെയ്യുന്നത്. എവിടെ നിൽക്കുന്നു എന്തിനു നിൽക്കുന്നു എന്ന ബോധമുണ്ടാവില്ല.